നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തുൾപ്പെടെ കുടുംബ ബന്ധങ്ങളിൽ നല്ലൊരു ശതമാനവും സുഖകരമായ സന്തോഷകരമായ ഐക്യത്തോടെയല്ല മുന്നോട്ട് പോകുന്നത്. ചില ബന്ധങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ ആയുസ്സുണ്ടാകും, മറ്റു ചിലത് മാസങ്ങൾ, ഇനിയും ചിലത് ആഴ്ചകൾ മാത്രമാകും. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും നന്നായി കുടുംബ ബന്ധം നയിക്കുന്ന സിനിമാ താരങ്ങളും എണ്ണത്തിൽ കുറവാണെങ്കിലും ഉണ്ട്. ബന്ധങ്ങളിലെ നിഗൂഢതയും മറ്റു രഹസ്യ ബന്ധങ്ങളുമൊക്കെ സിനിമാ രംഗത്തെ പരസ്യമായ രഹസ്യങ്ങളാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിയാണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും പ്രിയ താരമായിരുന്ന ദിലീപ് തകർന്നടിഞ്ഞു പോയത്. വലിയ കഴിവുകളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും ഗ്ലാമർ താരം അല്ലായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ടും ചില പ്രത്യേകതരം കോമഡി കൊണ്ടുമൊക്കെ ദിലീപ് എന്ന നടൻ സമ്പന്നനായ ഒരു താരമായി മാറി. അപ്പോഴേക്കും അഹന്തയും ജാടയുമൊക്കെ കൂട്ടുകാരായി എത്തുകയും ചെയ്തു. എന്നാൽ സിനിമാ മേഖല മുഴുവൻ തൻ്റെ കാൽച്ചുവട്ടിൽ ഉണ്ടാകണമെന്ന അഹങ്കാരത്തിന് പിന്നീട് വന്ന തിരിച്ചടികൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ഇപ്പോൾ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യമാധവനുമായി ദിലീപിന് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രഹസ്യ ബന്ധം ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരോട് മഞ്ജുവിൻ്റെ സുഹൃത്തായ മലയാള സിനിമാ താരം ഭാവന പറഞ്ഞുകൊടുത്തതിലുള്ള പകവീട്ടലാണ് ഈ നടൻ്റെ സിനിമാ ജീവിതവും കുടുംബജീവിതവും ഒക്കെ തകർന്ന് തരിപ്പണമാകാൻ കാരണം. പുതുതായി പുറത്തിറങ്ങുന്ന ഒരു ദിലീപ് ചിത്രവും വിജയിക്കുന്നില്ല എന്നത് മറ്റു പലർക്കും ഒരു അനുഭവ പാഠം കൂടിയായിരിക്കണം. ഇപ്പോഴിതാ മറ്റൊരു പ്രശസ്ത സിനിമാ ബന്ധം കൂടി വേർപിരിയുന്നു. ഐശ്വര്യയും ധനുഷുമാണ് ബന്ധം വേർപെടുത്തുന്നത്. 18 വർഷം നീണ്ട ദാമ്പത്യമാണ് അവസാനിപ്പിക്കാൻ ഇരുവരും തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവർക്ക് യാത്ര, ലിംഗ എന്നീ 2 മക്കളാണുള്ളത്. മക്കളെ ഇരുവരും ചേർന്ന് വളർത്താം എന്നതാണ് ധാരണ. രജനീകാന്തിൻ്റെ മകളായ ഐശ്വര്യയും തമിഴിൻ്റെ സൂപ്പർ താരമായ ധനുഷും വിവാഹമോചനത്തിന് ഹർജി നൽകിയതിനു ശേഷം ഇവരെ ഒരുമിപ്പിക്കാൻ രജനീകാന്ത് ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. ഇവർ തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ച ശേഷം സംവിധായിക എന്ന കരിയറിലേക്ക് തിരികെ എത്തിയ ഐശ്വര്യ ലാൽ സലാം എന്ന ബിഗ് ബജറ്റ് ചിത്രം പൂർത്തിയാക്കിയിരുന്നു. ഈ ചിത്രത്തിൽ രജനീകാന്ത് അതിഥി താരമായി അഭിനയിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ മില്ലറാണ് ധനുഷിൻ്റെ പുതിയ ചിത്രം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.